മിക്ക ദിവസങ്ങളിലും ദോശയും പുട്ടും ഇഡ്ഡലിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചപ്പാത്തിയും മേത്തീൻ്റെ ദാൽ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ട മാവൊക്കെ ഞാൻ രാത്രി തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആട്ടപ്പൊടി ഉണ്ടായിരുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയ പാക്കറ്റ് ആ ബാക്കറ്റിലേക്ക് ഇട്ട് വെച്ചതാണ്. അതിനുശേഷം ഞാൻ ദാൽ കറിക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് പിന്നെ ഞാൻ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഫുൽക്കാ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പം പിന്നെ കുറേ സമയം അതിൻ്റെ മുകളിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് പിന്നെ അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം പൊങ്ങി വന്നോളും. പിന്നെ കുറച്ച് നെയ്യങ്ങാക്കി കൊടുത്താൽ മതി. സംഭവം ഓക്കെയാണ്, സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ അപ്പം തന്നെ അത് ടിഫിനിലേക്കും പാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ ദാലൊക്കെ വെന്ത് വന്ന് അപ്പോൾ ഒന്ന് ഉള്ളിയും ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ മേത്തി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മേത്തി എന്ന് പറയുന്നത് നമ്മൾ തോരനെല്ലാം ആക്കി കഴിച്ചാൽ നല്ല കയ്പ്പായിരിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നല്ല പണി കിട്ടിയിട്ട് നമ്മളെ കയ്പ്പൊക്കേൻ്റെ എല്ലാം ഒരു കയ്പ്പായിരിക്കും. പക്ഷേ ഇത് ദാലിൻ്റെ കൂടെയും പിന്നെ നമുക്ക് പൊറോട്ട മറ്റേ മേത്തി പൊറോട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം ആക്കിയാൽ സംഭവം മനസ്സിലാവില്ല, അത്ര കയ്പ്പ് മനസ്സിലാവില്ല. നമ്മൾ ചപ്പാത്തീൻ്റെ കൂടെ ഈ ദാൽ കറി കൂട്ടി കഴിക്കുമ്പോൾ അങ്ങനെ തിരികെയില്ല. ഒരാൾ ഐലൈനർ ഇട്ടിട്ട് കാറ്റ് കൊള്ളുന്നതാണ് കണ്ടത്. പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ച് വൃത്തിയാക്കി. അങ്ങനെ ഇന്നത്തെ രാവിലെയും കഴിഞ്ഞ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.